ഹലോ ഫ്രണ്ട്സ്, അലിനെയും അനുവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനലിനെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന എല്ലാവരുടെയും കള്ളത്തരം പിടിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജപ്പൻ്റെയും പൗലോസിൻ്റെയും എല്ലാം കള്ളത്തരം പിടിച്ചിട്ടുണ്ട്. ആൻ്റണി സഹിതം ആൻ്റണി ഒരു വെറും പൈൻറ്റിന് വേണ്ടി മാത്രം വന്ന് കള്ളത്തരം കാണിച്ച് നമ്മുടെ ലാലിച്ചിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കഥ വരെ പിടിച്ചു. അപ്പം ഏറ്റവും കുറവ് കള്ളത്തരം കാണിച്ചിട്ടുള്ള ആൻ്റണിക്ക് വരെ ഇവിടെ നാണം കെട്ടൊരു പേരായിപ്പോയി. കാരണം തൻ്റെ മുതലാളിയുടെ മുമ്പേ തൻ്റെ മുതലാളിയുടെ മകളുടെ മുമ്പേ ഒരു ചുമേന്നേരം കയറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം. കാരണം ഒരു പൈൻറ്റിന് വേണ്ടി നീ അച്ഛാ ഇനി പറ്റിക്കാൻ നിൽക്കരുത്, നിങ്ങൾക്ക് പൈൻറ്റ് കുടിക്കണോ അല്ലെങ്കിൽ മദ്യം കുടിക്കണോ തോന്നുവാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി, 200 രൂപ ഞാൻ തന്നേക്കാം എന്നുള്ള രീതിയിൽ അവഹേളിച്ച് വിടുന്നൊരു, അതായത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ട് രീതി കുത്തുന്ന രീതിയിലാണ് കാണിച്ചത്. അപ്പം അങ്ങനെ അലീന 200 രൂപ പോലെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻ്റണിയുടെ മുഖഭാവം എല്ലാം മാറി അടികൊണ്ടതുപോലെ ആയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടെന്ന് അവധിക്കുട്ടി അച്ഛൻ പിറ്റേ ദിവസം ചോദിക്കുന്നുണ്ട്, മോളെ ഇതുപോലെ തന്നെയാണോ നമ്മുടെ കൃഷിസ്ഥലത്തും, അതായത് തോട്ടത്തിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയാം. അറിയത്തില്ല അപ്പച്ച, ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും പരിപാടി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, എല്ലാവരും നമ്മളെ കളിപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പം ചോദിക്കണ്ടേ മോളെ ചോദിക്കുമ്പോഴത്തേക്ക്, അപ്പച്ച ചോദിക്കണ്ടേ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം എല്ലാവരെയും നമ്മൾ വെറുപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പം കൂടെ നിൽക്കുന്നവർ ഇപ്പം എത്രമാത്രം ഇവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയുന്നില്ല. പക്ഷെ എന്നാലും നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ്, ശരി മോള് പറഞ്ഞ പോലെയാണ്, എന്നാലും മോൾ ഇത്ര കാര്യപ്രാപ്തിയോടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ പൗലോസ് വരികയാണ്. പൗലോസ് ഒരു ബാഗൊക്കെ എടുത്ത് വന്ന് ലാരിച്ചിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. എന്താ പൗലോസ് കാര്യം ചോദിച്ചു, നീ വീട്ടിൽ പോകും അപ്പം ഇറങ്ങി അവിടുത്തെ പരിപാടിയെല്ലാം സ്റ്റോപ്പ് ആക്കുവാണെന്ന് ചോദിക്കുമ്പോഴത്തേ, അല്ല അച്ഛാ വേറൊന്നുമല്ല, എനിക്ക് വീട് വരെ പോയിട്ട് വരണം. വരുമോ? അപ്പം നീ ചുമ്മാ പറയുന്നതാണോ? അല്ല നിനക്ക് വിട്ടിട്ട് പോകണമെന്ന് വിട്ടിട്ട് പോകാം, എന്താണ് നിൻ്റെ അഭിപ്രായം? അല്ല ഞാൻ വിട്ടിട്ട് പോകുന്നതല്ല, എനിക്കൊരു 5000 രൂപ വേണം, ഞാൻ പോയിട്ട് ഉടനെ തന്നെ വരും, ഞാൻ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പോകുന്നതല്ല, ഞാനൊന്ന് ജസ്റ്റ് വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി പോകുന്നത്, അപ്പോൾ തന്നെ വരാമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഒരു 5000 രൂപ ലാലിച്ചിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റാൻഡിൽ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ക്യാഷ് എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രായപ്പനെയും ബൈജുവിനെ കാണുക. അപ്പോൾ പോയിട്ട് വരുമോ എന്ന് ബൈജു ചോദിക്കുന്നത്. എൻ്റെ വട്ടി വരും എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് ഇറങ്ങുന്നതേ, ഞാൻ പോകുമ്പോഴത്തേക്ക് പോകരുതല്ലോ, അല്ലെങ്കിൽ പോകരുതെന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ചിലപ്പോൾ അരിയുമല്ലോ. ആ ഒരു രീതി തന്നെയാണ് ഞാൻ പോകുന്നില്ല, ഇപ്പോൾ വരും എന്നുള്ള രീതി പറഞ്ഞത്. പക്ഷേ ഞാൻ പോകുക, ഇനി ഞാൻ മേലെ ഇങ്ങോട്ട് ഞാൻ വരും, ഇനി മേലെ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്നെ പറഞ്ഞ് നിർത്തുവാണ്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് പറയാം, എടാ ബൈജു, നിനക്ക് വേറെ പണിയല്ലേ ഇവിടെ അടിച്ചു തൂങ്ങി കിടക്കാതെ, നിന്റെ ജോലി എന്ന് പറയുമ്പോൾ ഡ്രൈവറാണ്, ഇതിനെക്കാട്ടും നല്ല പണി നിനക്ക് വേറെ കിട്ടും. അതുപോലെ രായപ്പ, നിന്റെ ഒരു കാര്യം, നീ എന്തിനീ പട്ടിയും പൂച്ചേനെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? നീ അവരെ വിട്ടിട്ട് മാറി, നീ വേറെ വല്ല കൃഷിപ്പണി എന്താ തോട്ടപ്പണി വല്ലതും ചെയ്ത് നീ ജീവിക്കടാ എന്നുള്ള രീതി പറയുവാണ്. ഇനി മേലെ ഇവിടെ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് അവരെയും ഇല്ലാതാക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ഇപ്പം അതവിടെ പൗലോസ് പോവാണ്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് മുറ്റത്തൊരു ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. അതായത് കുറേ വണ്ടികൾ വന്ന് നിൽക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വണ്ടി വന്ന് നിൽക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് അത് കുടിച്ച് നോക്കുന്നു. ഇതാ അപ്പോൾ അത് കുടിച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് വണ്ടി നിൽക്കുന്നു. അതിൻ്റെ പോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ഇസ്തിരി ഇട്ടുണ്ട്, അതായത് അയൺ ബോക്സ് തുണി തേച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലീന നോക്കുമ്പോഴത്തേക്ക് ഇതെന്നാ പച്ച ഇതാരാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്, അതോ മോളെ കളികൾ കാണാൻ തന്നെ കിടക്കുന്നതുകൊണ്ട് മോളെ ഇവിടുന്ന് ചുട്ട കോഴിയെ പോലെ പറപ്പിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു. ആഹാ അതാണോ? അപ്പം മനസ്സിലായപ്പച്ചാന്ന് പറയാം. മോളെന്താണെങ്കിലും ഇപ്പോൾ അകത്തോട്ട് ഇറക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്ക്, പുറത്തോട്ട് ഇറങ്ങണമെന്ന് പറയുമ്പോഴത്തേക്ക്, അതിൻ്റെ പച്ച അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണ്ടേ? നീ ഒന്നും ചെയ്യണ്ട, നിന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന, നിന്നെ പറപ്പിക്കാൻ വരുന്നവർക്കാണ് നീ ചായയും കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേന്, അതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയാം. ശരി എന്ന് പറയാം. അത് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് ഓർത്ത്, അപ്പച്ച ഇതിൽ ആരാ എൽസമ്മ ആരാന്ന് വെച്ചുമ്പോഴത്തെ, അത് ഞാൻ പറഞ്ഞുതരാം മോളെ, വഴിയെ പറഞ്ഞുതരാം, നീ അവിടെ നിന്നോ എന്ന് പറയാണ്. അത് കഴിഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. വേറെ ആരുമല്ല, അവിടുന്ന് വന്നൊക്കെ കുറേ രാഷ്ട്രീയ പ്രവർത്തകർ. ഒരു വണ്ടിയിൽ അച്ഛനുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പിന്നെ എൽസമ്മയുടെ ആങ്ങളമാരുണ്ട്, പിന്നെ ചേച്ചിയുണ്ട്, അതായത് റീത്താമ്മ, എല്ലാവരും ഉണ്ട്, പിന്നെ മക്കൾ 2 മക്കളുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് കടന്നു വരുന്നത്. അപ്പം ഓരോരുത്തരുടെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ആദ്യം വന്നപ്പോഴത്തേക്ക് നമ്മുടെ എൽസമ്മയും പിള്ളേരും വരുന്നുണ്ട്. അപ്പം ആദ്യം വന്നത് ടാനിയാണ്, അതായത് ലാലിച്ചിൻ്റെ മൂത്ത മോള് ടാനിയ, അത് നമ്മുടെ അലീനെ പോലെ ഇരിക്കുന്ന ആള്. രണ്ടാമത്തെ ആളാണ്
ടെൽസ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ടെൽസയ്ക്കാണ് ഇച്ചിരി ബുദ്ധിമാന്യമുള്ള കൊച്ച്. അപ്പോൾ അവൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിച്ചാടി നടക്കുന്നുണ്ട്, നമുക്ക് അറിയാലോ. കാരണം ഒരു പാകുതി 17 വയസ്സുണ്ടെങ്കിൽ പോലും ഒരു പാകുതി പക്വതയോടെ അല്ല പെരുമാറുന്നത്. ഓടിച്ചെന്ന് സ്വാഭാവിച്ചിട്ട് പിന്നെ ആദ്യം കിടക്കുന്നു, പിന്നെ എഴുന്നേറ്റിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്നു, എൽസ പറയുന്നുണ്ട്, എടി ടെൽസ മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊക്കെ പറയണം. അത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അലീനയെ കാണുന്നുണ്ട്. നമ്മുടെ എൽസമ്മയെ കാണുമ്പോഴത്തേക്ക് അതായത് ടാനിയ, അതായത് മൂത്ത മോളെ പോലെ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ അലീന. അപ്പോൾ ഒരുപോലെ ഇരിക്കുന്നുണ്ട്, ഒരു അതിശയത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് റീത്താമ്മ അങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്ക് മുഖഭാവം മാറ്റും. അതായത് ഇവളോടുള്ള കടിച്ചു കയറാൻ പറ്റുന്ന ഒരു മനോഭാവത്തോടെ നിൽക്കുകയാണ് നമ്മുടെ എൽസമ്മ. പക്ഷെ ഒന്ന് തിരിച്ച് പറയാൻ, ഒന്ന് എതിർത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് എൽസമ്മ. കാരണം ഞാൻ എൽസമ്മയ്ക്കെന്നല്ല, ആങ്ങളമാർക്കെന്നല്ല, ആർക്കും നമ്മുടെ സ്റ്റാൻലി അതായത് ലാലിച്ചിനെയും അവിടുത്തെ പട്ടികളെ ഭയങ്കര പേടിയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു കാരണവശാലും ആരും എതിർത്ത് അലീനയോടോ അവതക്കുട്ടിച്ചാനോ അവിടുത്തെ ജോലിക്കാരോട് പോലും എതിർത്ത് പറയാനുള്ള ഒരു ചങ്കൂറ്റം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് റീത്താമ്മ വന്നിട്ട് പറഞ്ഞ്, കണ്ടല്ലോ പോകാം എന്നുള്ള രീതിയിലൊരു റീത്താമ്മ എൽസമ്മേനെ വിളിച്ചുകൊണ്ട് പോകാനുള്ള രീതിയിൽ അപ്പം അങ്ങനെ ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ഇറങ്ങിപ്പെടുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റീത്താമ്മല്ലേ അകത്തോട്ട് തന്നെ നമ്മുടെ അലീന അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഉടനെ ആ ഒരു വാതിൽ തുറന്ന് പതുക്കെ, അതായത് ക്ലിക്ക് എന്ന് പറയുന്ന സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ആ സൗണ്ട് അതിന് സൗണ്ട് കേട്ടതിന് പുറകെ വാതിലിൻ്റെ കുറ്റി തുറന്ന് അകത്തോട്ട് കയറുവാണ് നമ്മുടെ ടെൽസ. അടുത്ത് വന്നിട്ട് ചോദിക്കുക, അലീന ചേച്ചി അല്ലേ എന്ന് ചോദിക്കണേ. അതെ എന്ന് പറയുമ്പോൾ, എനിക്കറിയാം എന്നുള്ളത്. അതായത് കൊച്ചിന് ബുദ്ധിമാന്യം ഉണ്ടെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങളൊക്കെ തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരെ വന്നിട്ട് അലീനയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുകയാണ്. അലീന ചേച്ചി അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പം മാത്രമല്ല ഈ കൊച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ അലീന. കാര്യം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് മുടിയൊക്കെ വല്ലാത്ത രീതി കിടക്കുന്നു, അത് അഴിഞ്ഞ് താഴെ കിടക്കുന്നത് നല്ല രീതിയിൽ ഒരു ഒതുക്കി വെച്ചുകൊണ്ടുള്ള ഒരു നടത്തമല്ല. കാരണം ഒരു ബുദ്ധിയില്ലാത്തൊരു കൊച്ചാന്ന് പറയുന്ന രീതിയിലുള്ളൊരു നടത്തമാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അതായത് സ്വന്തം അനീത്തിയല്ലേ, അതായത് ഒരപ്പൻ്റെ മക്കളല്ലേ. അപ്പോൾ ആ അനീത്തിക്ക് ഇങ്ങനെ വന്ന അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു സിറ്റുവേഷൻ. കാരണം ഇതുപോലെ തന്നെ പല കുട്ടികളും അനാഥാശ്രമത്തിൽ നടക്കുമ്പോഴത്തേക്ക് ഉണ്ടായ അവസ്ഥകൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത്രയും വർഷം ഈ 17 വയസ്സ് വരെ കൊച്ചു ജീവിച്ചേണ്ട രീതി എങ്ങനെയായിരിക്കും, കാരണം ആ അനുഭവങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ള ചിന്താഗതിയിലാണ് അലീന ഇങ്ങനെ തൻ്റെ സ്വന്തം അനിയത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തലോടിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ അവൾക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം നമ്മുടെ ടെൽസയ്ക്കും സന്തോഷമുണ്ട്. അപ്പം തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് റീത്താമ്മ വിളിച്ച ടെൽസ എന്ന് പറഞ്ഞ് വിളിക്കണം. ആ വിളി കേട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങുവാണ്. ആൻറ്റി വിളിക്കുന്നു, ഞാൻ പോവാ ചേച്ചി എന്ന് പറഞ്ഞ്. അങ്ങനെ പോവാ ശരി. എന്നിട്ട് നേരെ അലീന വന്ന് ആ കട്ടിലേൽ ചരിഞ്ഞ് കിടന്ന് കരഞ്ഞോണ്ട് കൊടുക്കുകയാണ്. കാരണം ഞാൻ സ്വന്തം അനിയത്തിക്ക് പറ്റിയതായിട്ടുള്ള ആ ഒരു ആര് ചെയ്ത പാവത്തിൻ്റെ പരിണത ഫലമാണെന്ന് അറിയത്തില്ല. തൻ്റെ അനിയത്തിക്ക് നടക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രശ്നം കണ്ടിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി ആർക്ക്, നമ്മുടെ ടെൽസയ്ക്ക് അനിലിക്ക്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരും വന്ന് അറിഞ്ഞു. നമ്മുടെ സ്റ്റാൻലി അറിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞു. തൻ്റെ ലിവിങ് റൂമിൽ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ വിളിക്കുന്നത് നമ്മുടെ ഒരു ഹാളിലേക്ക് വിളിച്ച്. അവിടെയാണെങ്കിൽ ഒരു 4 സോഫ സെറ്റ്, പിന്നെ കസേര, പിന്നെ ഡൈനിങ് ഹാളിൽ മറ്റേ ഒരു ഡൈനിങ് ടേബിൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. അവിടെ എല്ലാവരും കൂടിയിരുന്നു. അപ്പോൾ റീത്താമ്മയും എൽസയും മക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്നു. അതുപോലെ അച്ഛനും അവരെല്ലാം മാറി ഇരിക്കും. അച്ഛനുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അതായത് ഇപ്പോൾ ഇതിലൊരു അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനുണ്ട്, പിന്നെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ ആങ്ങളമാരെല്ലാവരും ഉണ്ട്. അപ്പം എന്താ MLA ചോദിക്കുന്നുണ്ട്. MLA ചോദിക്കുന്നുണ്ട്, എന്താ ലാലിച്ച വിശേഷം എന്നൊക്കെ. വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ബ്ലൂ ലെവൽ ഇരിപ്പുണ്ട്, പിന്നെ NSC ഇരിപ്പുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടാനല്ലോ, ഇത് പിന്നെ നമ്മുടെ എൻ്റെ കൂട്ടുകാർ സിംഗപ്പൂരിൽ നിന്ന് വരുത്തിയതാണ്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം കുടിച്ചും പൊക്കോണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞത്. ഇങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ,
ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ജീവിച്ചുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കിപ്പം അത്യാവശ്യം ഇവിടുത്തെ ജോലിക്കാരുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ജോലിക്കാർ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ചോദിക്കുന്നുണ്ട്, അതായത് സാവിത്രി എന്ന് പറഞ്ഞ പേര്, സാവിത്രി ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതെന്ന് എനിക്കറിയാമെന്ന് പറയാം. അപ്പം അതെന്താ പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഞങ്ങൾ വന്ന കാര്യങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടറിയാത്ത പോലെ ഇരിക്കുന്നവർക്ക് ഞങ്ങൾ ഈ പട്ടാൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് മറുസൈഡിൽ നിൽക്കുന്ന ആൾക്കാർ, അത് എതിരാളികൾ വെടിവെക്കുമ്പോഴത്തേക്ക് അത് ചോദിച്ചിട്ടാണോ അത് തടയുന്നതെന്നല്ല, അവർ നമ്മളെ കൊല്ലാൻ വരിക എന്ന് നമുക്കറിയാം. അതുപോലെയല്ല നിങ്ങൾ വന്നേ, നിങ്ങളിപ്പം എന്നെ നല്ലത് അന്വേഷിച്ച് വന്നല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്നെ വധിക്കാൻ വേണ്ടി വന്നാണ്. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. വന്ന ഉദ്ദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് എന്നൊക്കെ പറയുകയാണ്. അതപ്പം മെമ്പർ ചോദിക്കുകയാണ്, ഇങ്ങനെ നടന്നാൽ മതിയോ? കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ അല്ലേ ചോദിക്കും. ഞാൻ എൻ്റെ ഭാര്യ കൂടെ അല്ല, അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസല്ലേ. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, അത് ഓരോ കാരണങ്ങൾ പറയാം. ഉടനെ നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളുടെ കൂടെയാണോ? അതുമല്ല, അതിൻ്റെ കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇപ്പം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്നുള്ള പല കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നു. അവരെ ഞാനായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കുടുംബാക്കൾക്ക്, അതായത് കുടുംബത്തിൽ ഓരോരുത്തർ വ്യക്തികൾക്ക് പറയുന്നതിനനുസരിച്ച് എൻ്റെ ഭാര്യയും മക്കളും ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഭർത്താവ് എന്നുള്ളൊരു സ്ഥാനം എനിക്കത് വേണ്ട. കാരണം ഞാൻ അങ്ങനെ അടിമത്തത്തിൻ്റെ രീതിയിൽ പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരവരുടെ രീതി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അതിൽ ഞാനൊരു മണ്ടനായിട്ടോ പൊട്ടനായിട്ടോ പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഭാര്യ മക്കളടങ്ങിയ കുടുംബം, ആ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊരുത്തത്തോടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിത് അവിടെ നിൽക്കുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ കുടുംബക്കാർ മുഴുവൻ എന്നോട് എതിർപ്പ് കാണിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനൊരു സോൾജിയറാണ്, എനിക്ക് എൻ്റെ ആയിട്ടുള്ള സ്റ്റാൻഡ് ഞാൻ നിൽക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ പോലും ഇവരുടെ കീഴിൽ ഇവർക്കൊക്കെ ആലോചിക്കുന്നില്ല, അതായത് ഭർത്താവ് നമ്മൾ പറയുന്നതനുസരിച്ച് കേട്ട് ജീവിക്കുന്ന, അങ്ങനെയല്ല. നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാറി നിൽക്കുന്നതെന്ന് പറയാം. വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. ഉടനെ അങ്ങനെയല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതായത് തോമസ് എന്നാണ് തോന്നുന്നു വരും. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ലാലിച്ച ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാലിച്ച മാത്രമാണ് താമസിക്കുന്നത്, വേറൊരാളും കൂടെ ഒരു പെങ്കൊച്ചും കൂടെ താമസിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അതാണ് വിഷയം. ഇപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് നേരെ ലാലിച്ചൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നേരെ ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അലീനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മേശയുടെ അടുത്ത് നിർത്തിയിട്ട് പറയുവാണ്, ഇതെൻ്റെ മകളാണ്. 24 വർഷത്തിന് മുമ്പേ എനിക്ക് നഷ്ടപ്പെട്ട ഒരു പെങ്കൊച്ച്. അതായത് എനിക്ക് വൈജയ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിൽ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ആ അഫയർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ അഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറയുമ്പോഴത്തേക്ക് ഒന്നിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ശരിക്കും ആ അഫെയറിൽ പലര് കാരണങ്ങൾ ഞങ്ങൾ അകന്നു പോവുകയും ചെയ്തു. പക്ഷേ അവളിൽ ഒരു കുട്ടി ഉണ്ടാകുന്ന ഞാൻ അറിഞ്ഞില്ല. നിങ്ങളെപ്പോലെ തന്നെ ഈ അടുത്ത കാലത്ത് അറിഞ്ഞതാണ് എനിക്ക് ഈ അലീന എന്ന് പറഞ്ഞ കുട്ടിയുണ്ടെന്ന് അറിഞ്ഞ. പക്ഷേ ഇനിയിപ്പം അവളെൻ്റെ കൊച്ചായതുകൊണ്ട് പറയാം, അവൾ പല ഓർഫനേജിലും കാര്യങ്ങളെല്ലാം ജീവിച്ചു വന്ന എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അത് അന്ന് പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ, കാരണം അവൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ അന്നേ സ്വീകരിച്ചേനെ. ഇതിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അല്ല നിന്നെ, അതുകൊണ്ട് മേലാൽ അവളെ ഉപേക്ഷിക്കാൻ ഇരിക്കുന്നില്ല പറഞ്ഞു. ഉടനെ പെട്ടെന്ന് സേവിയർ ആണെന്ന് തോന്നുന്നു, സേവിയർ അല്ല, നമ്മുടെ റീത്താമ്മയുടെ ഭർത്താവ് മൈക്കിളാന്ന് പറഞ്ഞു. മൈക്കിൾ പറയുവാണ്, ലാലിച്ച ഇതിപ്പം അവർ ഓർഫണേജിലൊക്കെ അല്ലേ ജീവിച്ചത്, അതുകൊണ്ട് ഇപ്പം അവിടെ തന്നെ ആക്കിയേക്കുന്നില്ല എന്നെ വിഷയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ച് 10-24 വർഷം ജീവിച്ചത് മതി. ഇനിയിപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി അവൾ ജീവിക്കണ്ട. എനിക്കത് ആവശ്യത്തിന് സ്വത്തുണ്ടല്ലോ, അവൾ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു കൊടുക്കോട്ടെ, അവൾ ഞാനിപ്പം ഇരിക്കുന്നത്, നിങ്ങളെന്തിനാ ഇതിനകത്ത് ഇടപെടുന്നത്? ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്, അതങ്ങനെയല്ലോ, നിങ്ങൾ കൊച്ചിൻ്റെ മക്കളുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നിങ്ങളുടെ സ്വത്തും കാര്യങ്ങളെല്ലാം അവർക്ക് അവകാശപ്പെട്ടതല്ലേ. ഇപ്പോൾ വേറെ പുറത്തുനിന്നൊരു പെൺകൊച്ച് പെട്ടെന്ന് വന്നിട്ട് ഇതിൻ്റെ അവകാശികളാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവകാശികളാണെന്ന് ആരും പറഞ്ഞില്ല, അല്ല അവർക്ക് വീതം വെച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റീഫനും സേവിയറും എല്ലാം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പം പറയുന്നുണ്ട് ഇങ്ങനൊരു അഫെയർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയൊക്കെ അഫെയർ കടന്നു വരാനിരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു കൊച്ചി, ഇപ്പം ഒന്നാമത്തെ നിങ്ങൾ സോൾജിയറും കൂടെ ഒരുപാട് സ്ഥലത്ത് പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് പിള്ളേരും ഭാര്യമാരും പിന്നെ കവിമാരെല്ലാം അവകാശം പറഞ്ഞു വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യണം, ഇവിടെ 5 രീതിയിൽ
5 രീതിയിൽ സ്വത്ത് ഭാഗം വെച്ച് വേണം. അപ്പം 4 മക്കൾക്കാന്ന് പറയുമ്പോൾ അപ്പം സ്റ്റാലിനിക്ക് അപ്പം ഈ ഒരെണ്ണം ആക്കാൻ അത് സ്റ്റാലിനിക്കോ ഓഹോ എനിക്കോ അതിപ്പോൾ എനിക്ക് ഈ സ്വത്ത് വേണോ വേണ്ടയോ അത് മാത്രമല്ല ഈ സ്വത്ത് ഭാഗം വെക്കണോ വേണ്ടോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് പറയുമ്പോഴത്തേക്ക് പറയുവാണ് അതെ ഈ നാട്ടിലൊരു സ്റ്റീവൻ പറയണ ഈ നാട്ടിലൊരു നാട്ടാചാരമുണ്ട്. അതായത് ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ അല്ല നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വത്ത് അവകാശം ഉള്ളതാണ് എന്ന് അറിയാമല്ലോ, അതെന്തുകൊണ്ടപ്പോൾ നീ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞത് അതൊക്കെ അവിടെ സമയം വരുമ്പോഴല്ലേ, എൻ്റെ സമയം വരുമ്പോൾ അല്ല എനിക്ക് എൻ്റെ മക്കൾക്ക് കൊടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ആവശ്യത്തിന് അല്ല ഞാൻ തീരുമാനിക്കും. മാത്രമല്ല ഇപ്പം എൻ്റെ മക്കൾക്ക് എൻ്റെ ടാനിയക്കാട്ടെ ടെൽസയ്ക്കാട്ടെ അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവരുടെ പഠിത്തം അവരുടെ ഭക്ഷണം അവരുടെ ജീവിത രീതി എല്ലാവർക്കും തക്കതായിട്ട് രീതി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും പിള്ളേരെ മാറ്റി നിർത്തിയോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ല. ഇനി പിന്നെ ഇവിടെ നിൽക്കുന്ന ഇതെൻ്റെ മോളാണ്, മോളെ നീ പൊക്കോ ബാക്കി കാര്യം ഞാൻ ഏറ്റു, ഇവിടെ ഒരുത്തനും നിന്നെ ഒന്നും പറയത്തില്ല ഒന്നും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെൻ്റെ മകളാ എന്ന് പറഞ്ഞ ആ സമയം മുതൽ കരച്ചിൽ തുടങ്ങിയാണ് നമ്മുടെ അലീന ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എൻ്റെ പപ്പ ഒന്ന് കെട്ടിപ്പിടിച്ചും കൂടെ ഇരുന്നിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. കാരണം ഞാൻ അത്ര ഒരു സോൾജിയർ എന്ന് മാത്രമല്ല ചങ്കൂറ്റത്തോട് നിന്ന് സംസാരിക്കുകയാണ് എൻ്റെ മകളാണെന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര രീതിയിൽ നല്ല ലാലിച്ചൻ അങ്ങനെ ചങ്കൂരത്തോടെ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പം ലാലിച്ചൻ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് അവർ പറയാം നീ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ടേ, ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ പറയാം, കാരണം എൻ്റെ മോളെ കുറിച്ച് ഞാൻ പറയാം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്ക് അവൾ ഇറങ്ങിപ്പോകുന്നുണ്ട്, നമ്മുടെ അലീന ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് കാണിക്കുന്ന സീൻ നമ്മളത്തേക്ക് ഇനി മേലാൽ എൻ്റെ കാര്യത്തിൽ ഇവിടെ കയറി വന്ന് ആവശ്യമില്ലാത്ത രീതി ചോദ്യം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എന്നിട്ട് ലാലിച്ചനും എഴുന്നേറ്റ് നടന്നു പോവുകയാണ് ആ വഴിയിലോട്ട് പോവാം. ഇനിയിപ്പോൾ നിങ്ങൾ കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ, എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട സ്വത്ത് ഞാൻ ക്ലിയർ ആയിട്ട് കൊടുക്കും. അതുപോലെ ഇനി വേറൊരു അഫെയറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല. എനിക്ക് ഉണ്ടായതൊരു അഫെയറാണ് ഈ അലീനയുടെ അമ്മ, അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അലീനെ ഞാൻ വളർത്തും കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ സ്റ്റാൻലി. അങ്ങനെ എഴുന്നേറ്റ് പോയി വാതിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് സ്റ്റീഫൻ ചെന്നിട്ട് നേരെ പിടിച്ചിട്ട് പറയാണ് അങ്ങനെ പോയാൽ ശരിയാത്തില്ലോ, ഇതിൻ്റെ കാര്യം തീരുമാനത്തിടണോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ പെട്ടെന്ന് ചാടി എഴുന്നേക്കോ മറ്റേ 2 പട്ടികൾ. അതായത് സ്റ്റാൻലി ആദ്യം ഇരുന്ന സമയത്ത് അപ്പുറത്തിപ്പുറത്ത് മറ്റേ രാജാക്കന്മാരെ പോലെ അതായത് ആ കസേരയുടെ അപ്പുറത്തിപ്പുറത്ത് 2 പട്ടി കിടക്കുന്നുണ്ട്. ഉടനെ സ്റ്റാൻലി അതായത് നമ്മുടെ സ്റ്റീഫനെതിരെയാണോ മറ്റേ സേവിയർ തന്നെ എന്നറിയത്തില്ല ആര് ഒച്ച ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തീർക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ പട്ടികൾ നിൽക്കുന്നത്. അപ്പം അവരെ കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. കാത്തിരുന്ന് തന്നെ കാണാൻ വരുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് വീഡിയോ നിന്ന് ഇവിടെ പറയുന്നത്. സൈനിങ് ഓഫ്. താങ്ക് യു.